നരകത്തിലേക്ക് അവളുടെ യാത്രയെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ രാജു. ഋതുവിന് വട്ടുണ്ടോ? അല്ല, അറിയാൻ പാടില്ല ചോദിക്ക, വട്ടുണ്ടോ? അല്ല, ഇവളാ കഴുകന്റെ കയ്യിലേക്ക് വീഴുകയല്ലേ രാജു, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അപ്പത്താൻ ബലി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. എനിക്കും വേണ്ട ഋതികെ ഒരു വിവാഹ ജീവിതം. അതോ അതൊക്കെ മറ്റുള്ളവർക്ക് മാത്രം മതിയോ? എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും ദീപേട്ടൻ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞില്ലേ? ഈ പാവപ്പെട്ട എന്നെ. ഇനി ദീപേട്ടന് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഞാനതങ്ങ് സഹിച്ചു. ഞാൻ എൻ്റെ ദീപേട്ടനെ തിരുത്തി നന്നാക്കിയെടുക്കും. അവൻ ചെന്നായ ഇപ്പോ ആട്ടിൻതോളിന്റെ യൂണിഫോം ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റ് മുതൽ നീ ആ ചെന്നായിയെ തിരിച്ചറിയാൻ തുടങ്ങും. നന്ദനയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടാവും അവനെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന്. നന്ദന പറയുന്നത് പോലെ ഒരു ചാൻസ് ദീപക്കിന് കൊടുത്തു നോക്കട്ടെ. നന്നാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ? രാജു എന്താ ഇങ്ങനെ പറയുന്നത്? എന്താ ഇവിടെ? ഇനിയെങ്കിലുവേ നിന്റെ വെല്ലുവിളി പിൻവലിച്ചൂടേടി. അതിനിപ്പോഴും സമയമായിട്ടില്ലല്ലോ. ഇറങ്ങാനായില്ല അമ്മേ. പ്രതാപനും കൂടി വരട്ടെ. വധൂവരന്മാര് ദക്ഷിണ കൊടുത്ത് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങണ്ടേ? ഇനി അത്തരം ഇടപാടൊക്കെ ഉണ്ടോ? അതൊക്കെ പണ്ട് കഴിഞ്ഞതല്ലേ. ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചോ?